നമ്മുടെ പല്ലുകൾക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്, ക്രൗണും റൂട്ടും. ക്രൗൺ എന്നുള്ളത് ഒരാളുടെ വായിൽ കാണാൻ സാധിക്കുന്നതും റൂട്ട് എല്ലിനുള്ളിൽ മോണകളാൽ മൂടപ്പെട്ടിരിക്കുന്നതുമാണ്. പല്ലുകൾക്ക് 3 ലെയറുകളുണ്ട്. ക്രൗൺ ഭാഗം പരിഗണിക്കുമ്പോൾ പുറമേ കട്ടിയുള്ള ശക്തമായ ഇനാമലും ഇനാമലിനു താഴെ അതിലും മൃദുവായ ഡെന്റിനും തൊട്ടുതാഴെ പൾപ്പും ഉണ്ട്. പല്ലിന് പോഷണം നൽകുന്ന രക്തക്കുഴലുകളും ഞരമ്പുകളും ഈ പൾപ്പിലാണ് കാണപ്പെടുന്നത്. എന്നാൽ റൂട്ടിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കട്ടിയുള്ള ഇനാമലിനു പകരം ഇവിടെയുള്ളത് മറ്റൊരു ലെയറാണ്. ഇവയെ നമ്മൾ സിമെന്റം എന്ന് വിളിക്കുന്നു. പല്ലുകളുടെ ചവച്ചരയ്ക്കുന്ന ഭാഗത്ത് ഈ കാണുന്ന പോലെയുള്ള പിറ്റുകളും ഫിഷറുകളും ഉണ്ട്. ഓരോ മനുഷ്യരുടെയും പല്ലുകളിൽ ഇതിന്റെ ആഴവും ഘടനയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതിൽ ആഴം കൂടിയവയിൽ ഭക്ഷണം ചവച്ചരയ്ക്കുമ്പോൾ അവയുടെ അംശങ്ങൾ തങ്ങി നിൽക്കുകയും അത് കേടിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇതിൽ ആഴം കൂടിയ പിറ്റ് ആൻഡ് ഫിഷർ മാത്രമാണോ പ്രശ്നം? തീർച്ചയായും അല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ കൺസിസ്റ്റൻസിയും ഇതിനൊരു കാരണമാണ്. ഉദാഹരണത്തിന് ചോക്ലേറ്റ്, ബിസ്ക്കറ്റ് പോലെയുള്ള സ്റ്റിക്കി ഫുഡുകൾ നമ്മുടെ പല്ലിലേക്ക് ദീർഘനേരം പറ്റിപ്പിടിച്ചിരിക്കുകയും കേടിലേക്ക് നയിക്കുകയും ചെയ്യും. എങ്ങനെയാണ് പിറ്റ് ആൻഡ് ഫിഷർ കേടിലേക്ക് നയിക്കുന്നത്? ആഴമേറിയ പിറ്റിലും ഫിഷറിലും തങ്ങി നിൽക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷ്മാണുക്കളെ ആകർഷിച്ച് ഒരു അസിഡിക് എൻവയോൺമെന്റ് ഉണ്ടാക്കുകയും അതുവഴി കേടിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമുക്കിത് തടയുവാൻ സാധിക്കുമോ? എന്താണ് ഇതിനൊരു പ്രിക്കോഷൻ? പിറ്റ് ആൻഡ് ഫിഷർ സീലന്റ് എന്നൊരു ചികിത്സാ രീതിയിലൂടെ ഇങ്ങനെയുള്ള ആഴമേറിയ പിറ്റും ഫിഷറും അടക്കാൻ സാധിക്കും. അതുവഴി ഭക്ഷണം തങ്ങി നിൽക്കുന്നത് തടയുകയും പല്ലിനെ കേടിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും.